യൂറോ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തുന്നു. യൂറോ കപ്പിലെ മരണ ഗ്രൂപ്പിൽ തീക്കളി. അവസാനം ഓസ്ട്രിയയും ഫ്രാൻസും അടുത്ത റൗണ്ടിലേക്ക്. ഇന്ന് നടന്ന നെതർലാൻഡ് വേഴ്സസ് ഓസ്ട്രിയ മത്സരത്തിൽ ഒരു കനത്ത മത്സരമായിരുന്നു കാണാൻ കഴിഞ്ഞത്. 6-ാം മിനിറ്റിൽ തന്നെ ഓൺ ഗോളിലൂടെ ഓസ്ട്രിയ ലീഡ് ചെയ്തു. എന്നാൽ രണ്ടാം പകുതിയുടെ 47-ാം മിനിറ്റിൽ കോഡി കാപ്പോ നേടിയ ഗോളിൽ നെതർലാൻഡ് സമനില നേടി. അധികം വൈകിയില്ല. 12 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഓസ്ട്രിയ തിരിച്ചടിച്ചു. റൊമാനോസ് ചിമിഡായിരുന്നു ഓസ്ട്രിയയുടെ രണ്ടാം ഗോൾ നേടിയത്. മത്സരം 59 മിനിറ്റിലേക്ക് കടക്കുമ്പോൾ സ്കോർ ബോർഡിൽ ഓസ്ട്രിയ 2-1 മുന്നിൽ. വീണ്ടും 75-ാം മിനിറ്റിൽ ഡീപ്പയിലൂടെ നെതർലാൻഡ് സമനില നേടി. ഓസ്ട്രിയക്കെതിരെ സമനില മതി നെതർലാൻഡിന് അടുത്ത റൗണ്ടിലേക്ക് കയറാൻ. പക്ഷേ ഓസ്ട്രിയയെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. 80-ാം മിനിറ്റിൽ സാബിറ്റ്സർ നേടിയ ഗോളിലൂടെ ഓസ്ട്രിയ വിജയമുറപ്പിച്ചു. തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും നെതർലാൻഡിന് സാധ്യതകൾ തുറന്നില്ല. എന്നാൽ അതേ ഗ്രൂപ്പിൽ മറ്റൊരു മത്സരത്തിൽ ഫ്രാൻസ് പോളണ്ടിനെ നേരിട്ടപ്പോൾ 1-1 സമനില. ഫ്രാൻസിനു വേണ്ടി എംബാപ്പെ പെനാൽറ്റിയിലൂടെ ഗോൾ നേടിയപ്പോൾ പോളണ്ടിനു വേണ്ടി ലെവൻഡോസ്കിയും പെനാൽറ്റിയിലൂടെ ഗോൾ നേടി. ഒന്ന് ജയിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് പോളണ്ടിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ സാധിച്ചില്ല. ഇനി 1-ാം സ്ഥാനക്കാരായി ഈ ഗ്രൂപ്പിൽ ഓസ്ട്രിയ അടുത്ത റൗണ്ടിലേക്ക് കയറും. 2-ാം സ്ഥാനക്കാരായി ഫ്രാൻസും. ഗ്രൂപ്പ് സ്റ്റേജിലെ 3 മത്സരങ്ങളും കഴിഞ്ഞപ്പോൾ 6 പോയിന്റാണ് ഓസ്ട്രിയക്കുള്ളത്. ഫ്രാൻസിന് 3-ൽ 5 പോയിന്റും. എന്നാൽ നെതർലാൻഡിന് 3-ൽ 4 പോയിന്റാണുള്ളത്. പോളണ്ടിന് 1 പോയിന്റും. നെതർലാൻഡിന് സാധ്യതകൾ അടുത്ത റൗണ്ടിലേക്ക് ചെറുതൊന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ നെതർലാൻഡും കാത്തിരിക്കും. ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുകളുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തും.